ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലൂക്കസ് ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്ന് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമ്മൾ വിക്ടർ മേയേഴ്സ് ടെസ്റ്റാണ്. ദിസ് ഈസ് MEYERS. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, മനാസെ, നമ്മൾ ലെഡറർ മനാസെ ബേക്ക്ലൈറ്റിൻ്റെ പ്രിപ്പറേഷന് സ്പെല്ലിംഗ് ഒന്ന് മാറിപ്പോയിരുന്നു, ഒരു N കുറഞ്ഞു. ആ പാട്ട് ഓർത്ത് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ. പിന്നെ അതിൻ്റെ ഫോറിൻ നെയിം ആയതുകൊണ്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ഒരുപക്ഷെ നമ്മൾ പറയുന്ന പോലെ ആയിരിക്കില്ല. ആ ലാംഗ്വേജ് പഠിച്ചാലേ നമുക്കതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിയാക്ഷൻസൊക്കെ ഓർത്ത് വയ്ക്കാൻ നമ്മുടെ ഭാഷയിലുള്ള, നമ്മുടെ പരിചയത്തിലുള്ള ചില കാര്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് വിചാരിക്കുന്നു. കെമിസ്ട്രി എങ്ങനെ രസകരമാക്കാമെന്നാണ്, അത് ഓർത്ത് വയ്ക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് വിക്ടർ മേയേഴ്സ് ടെസ്റ്റ് നോക്കാം. വിക്ടർ മേയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി അമീൻസിനാണ് ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് CH2OH ഗ്രൂപ്പിങ്, അതുപോലെ തന്നെ CHOH ഗ്രൂപ്പിങ്, പിന്നെ COH, ഇത് മൂന്നും. ഇത് നമ്മൾ ഒരു കാർബണിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇത് 2 കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഇത് 3 കാർബണിൽ. അത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആൽക്കഹോൾസ്. അപ്പോൾ ഈ വിക്ടർ മേയേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഒറ്റ റിയേജൻ്റ് അല്ല, ഒരു സ്റ്റെപ്പ് റിയാക്ഷൻസ് ആണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആൽക്കഹോൾ ഈസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രോ അയഡിക് ആസിഡ്, HA ഈസ് ഹൈഡ്രോ അയഡിക് ആസിഡ്. അത് കേട്ട് വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാലോ. HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, HBr hydrobromic acid, then HI, that is hydroiodic acid. HCl dissolved in water ആണ്, hydrogen chloride in water hydrochloric acid, hydrogen bromide in water hydrobromic acid, and hydrogen iodide in water is hydroiodic acid. ഇത് കേൾക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പെർ അയഡിക് ആസിഡ് എന്ന് പറഞ്ഞ്, ഇങ്ങനെ പുസ്തകത്തിൽ പെർ അയഡിക് ആസിഡ്. അപ്പോൾ നോർമലി ഞാൻ അതിനെ പീരിയോഡിക് ആസിഡ് എന്നാണ് ആദ്യമൊക്കെ വിളിച്ച് പഠിച്ചത്. പിന്നെയായിരുന്നു അത് പെർ അയോഡിക് ആസിഡാണ് എന്ന് മനസ്സിലായത്. ഓക്കെ, അത് ഞാൻ ഓർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രൈഡിക് ആസിഡാണ്. രണ്ടാമത്തത് സിൽവർ നൈട്രൈറ്റ്, AgNO2, ദാറ്റ് ഈസ് സിൽവർ നൈട്രൈറ്റ്. അതാണ് രണ്ടാമത്തെ റിയേജൻറ്റ്. അപ്പം ആൽക്കഹോളിനെ ഫസ്റ്റ് നമ്മൾ ഹൈഡ്രോ അയഡിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. രണ്ടാമത് അത് സിൽവർ നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. മൂന്നാമത് നമുക്ക് വീണ്ടും HNO2 നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യണം. ഇനി നാലാമത് ഒരു സ്റ്റെപ്പ് എന്ന് പറയാനില്ല, ഈ റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മീഡിയം, നമ്മൾ NaOH മീഡിയം ആൽക്കലി ആഡ് ചെയ്യുന്നു. അപ്പം 1, 2, 3, 4 സ്റ്റെപ്സ്. ഓക്കെ, മെയിനായിട്ട് 3 റിയാക്ഷനും ഇത് മീഡിയത്തിൻ്റേതുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രൈമറി ആൽക്കഹോൾ RCH2OH എന്താണ് റിയാക്ഷൻ തരുന്നതെന്ന് നോക്കാം. ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് വിക്ടർ മേയേഴ്സ് ടെസ്റ്റിന് റെഡി ആയിട്ട് നമ്മുടെ പ്രൈമറി ആൽക്കഹോൾ എത്തിയിട്ടുണ്ട്, RCH2OH. റിയേജൻസും വന്ന് നിരന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് HI, ദാറ്റ് ഈസ് ഹൈഡ്രോ അയഡിക് ആസിഡ്. പക്ഷേ ഈ HI റിയാക്ട് ചെയ്യണമെങ്കിൽ ലോ ടെമ്പറേച്ചർ ആയിരിക്കണം. കോൾഡ് കണ്ടീഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. നമുക്ക് കിട്ടുന്നത് ആൽക്കൈൽ അയഡൈഡാണ്. ആൽക്കൈൽ അയഡൈഡ് അടുത്തതായിട്ട് സിൽവർ നൈട്രേറ്റ്, ക്യൂവിൽ സിൽവർ നൈട്രൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സിൽവർ നൈട്രൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ അത് ആൽക്കൈൽ നൈട്രൈറ്റായി മാറി. അത് കഴിഞ്ഞ് മൂന്നാമൻ നൈട്രസ് ആസിഡാണ്. നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ 2 പേര് ചേർന്നിട്ടാണ്, NaNO2 ഡയലൂട്ട് HCl കൂടി വന്നിട്ടാണ് HNO2 ഫോം ചെയ്യുന്നത്. പക്ഷേ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ വെരി ലോ ടെമ്പറേച്ചറാണ്, അതായത് 0 ഡിഗ്രി ഐസ് കൂൾഡ് കണ്ടീഷനിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പം AgNO2 ഇവിടെ ഒരു NO2 ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി ഇതിൽ എന്താണ് നൈട്രസ് ആസിഡ് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നൈട്രസ് ആസിഡിൻ്റെ ഫോമുല നിങ്ങൾക്കറിയാം, OHN ഡബിൾ ബോണ്ടോ. അപ്പോൾ ഇവിടെ എവിടെയാണ് ഈ നൈട്രസ് ആസിഡിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന സൈറ്റ് നോക്കുക നമ്മൾ. ഇപ്പോൾ OHN ഡബിൾ ബോണ്ടോ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നോട്ടം ഇടുകയാണ് ഈ H2നെ നോക്കിക്കൊണ്ട് നൈട്രസ് ആസിഡ് ഒരു ഓക്സിജനും കൂടെ കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു H2O എലിമിനേറ്റ് ചെയ്യാം. ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നോക്കൂ, അവിടെയുള്ള H2 ഡിസപ്പിയർ ചെയ്തു, NO2 അവിടെയുണ്ട്. H2 പോയപ്പോൾ 2 വാലൻസി വന്നു, 2 വാലൻസി ഫ്രീ ആയി.
അപ്പോൾ നൈട്രജൻ അവിടെ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഓക്സിജനെയാണ് ബ്രേക്ക് ചെയ്തിട്ട്, അപ്പോൾ N ഡബിൾ ബോണ്ട് സിയിലേക്ക് പോയി OH അവിടെ റീറ്റെയിൻ ചെയ്തു. അപ്പോൾ ഈ ഓക്സിജനും ഈ 2 ഹൈഡ്രജനോട് ചേർന്നാണ് അവിടെ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊരു കോമ്പൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ കാണാത്ത കോമ്പൗണ്ടാണ്. അതിൽ നൈട്രോ ഗ്രൂപ്പ് ഉണ്ട്. പിന്നെ ആൽക്കഹോളിനാണ് നമ്മൾ ഓൾ എന്ന് പറയാറുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു NOH വന്നിരിക്കുന്നതുകൊണ്ട് ഓൾ എന്നുള്ളൊരു വേർഡ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നൈട്രൈറ്റാണ്, എന്നാലും NO2 ഗ്രൂപ്പ് ആ നൈട്രോയുടെ ഉണ്ട്. പിന്നെ ഓളെന്നുള്ള ശരിക്കും കാർബണിൽ ഒഴിച്ച് വരുമ്പോഴാണ് ഓളാവുന്നത്, പക്ഷേ ഇവിടെ അത് നൈട്രോളിക് ആസിഡ്. ഇതൊരു അസിഡിക് കോമ്പൗണ്ടാണ്. അസിഡിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹൈഡ്രജൻ, ഒരേ ഒരു ഹൈഡ്രജൻ ഇതാണ്. ഈ ഹൈഡ്രജൻ്റെ പ്രസൻസ് കൊണ്ട് ഇതിനെ നമുക്കൊരു ആസിഡായിട്ടാണ് കിട്ടുന്നത്. അപ്പം ഇത് അസിഡിക് ഹൈഡ്രജൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മൾ ആൽക്കലി ആഡ് ചെയ്യുവാണെങ്കിൽ, മീഡിയം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിൽ സോഡിയം വന്നിട്ട് ഈ H+നെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ സോഡിയം സോൾട്ടായിട്ട് മാറും. ഈസി അല്ലേ. അപ്പം ആൽക്കൈൽ അയഡൈഡായി, അത് ആൽക്കൈൽ നൈട്രൈറ്റായി, നൈട്രസ് ആസിഡ് അതിനെ ഒരു നൈട്രോളിക് ആസിഡാക്കി മാറ്റി. ഇതിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടു. അപ്പോൾ ഇത് അസിഡിക് ഹൈഡ്രജൻ ആയതുകൊണ്ട് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം സോൾട്ട് ഫോം ചെയ്തു. ഇത് സോഡിയം സോൾട്ട് എന്ന് പറയുമ്പോൾ അത് സോലിബിളാണ്. അപ്പോൾ സൊല്യൂഷന് ഒരു റെഡ് കളർ കിട്ടും. ആ റെഡ് കളറിൻ്റെ അപ്പിയറൻസ് ആണ് പ്രൈമറി ആൽക്കഹോളിൻ്റെ പ്രസൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡറി ആൽക്കഹോളിനെ നോക്കാം. സെക്കൻഡറി ആൽക്കഹോൾ R2CHOH ആണ്. ഈ R2CHOH എന്താ ചെയ്യുന്നത്? ഇതേപോലെ ഈ സീരീസ് ഓഫ് റിയാക്ഷൻസ് ആണ് ഇവിടെ നടത്തുക. കോൾഡ് കണ്ടീഷനിൽ ഹൈഡ്രോ അയഡിക് ആസിഡ് എടുത്തു, R2CHI ദാറ്റ് ഈസ് ദ സെക്കൻഡറി ആൽക്കൈൽ അയഡൈഡ് കിട്ടി. വീണ്ടും സിൽവർ നൈട്രൈറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പം R2CHNO2. അതുവരെ ഒരു കുഴപ്പമില്ല, രണ്ടുപേരും ഒരേപോലെ റിയാക്ട് ചെയ്തു. ഇനി നൈട്രസ് ആസിഡ് എടുക്കുകയാണ്. നൈട്രസ് ആസിഡ് വന്നാൽ ഈ പറഞ്ഞ പോലെ OHും N ഡബിൾ ബോണ്ട് Oയും ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ ഹൈഡ്രജനേ ഇനി ഇവിടെ ഉള്ളൂ. അപ്പം HNO2 ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ എടുക്കാം. പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഇതിനകത്തുള്ള OH എടുക്കേണ്ടി വരും. അങ്ങനെ H2 വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ ബാക്കി വരുന്നത് NO ആണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ബോണ്ടാണ്, ഒരു വാലൻസിയാണ് വരുന്നത്. അതുകൊണ്ട് R2CNO2 ആ ഒരു വാലൻസിയിൽ NO അറ്റാച്ച് ചെയ്തു. ക്ലിയർ അല്ലേ? ഈ OHും ഈ Hൂടെ ചേർന്ന് H2 പോയി. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ഇവിടെ ആണെങ്കിൽ കാർബൺ നൈട്രജൻ ഡബിൾ ബോണ്ടാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഈ നൈട്രോളിക് ആസിഡ് പോലെ ഒന്ന് ഇരിക്കും, പക്ഷേ അത് ശരിക്കും നൈട്രോളിക് ആസിഡ് അല്ല. അതിനെ നമുക്ക് സ്യൂഡോ നൈട്രോൾ എന്നാണ് വിളിക്കുക. നൈട്രോൾ അല്ല ശരിക്കും, പക്ഷേ ഒരു സ്യൂഡോ എന്ന് പറയുന്നത് നമുക്കറിയാം. സ്യൂഡോപോഡിയ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്യൂഡോ ഹാലജൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഒരു സ്യൂഡോ നൈട്രോളായിട്ടാണ് ഇത് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ സോഡിയം ഹൈഡ്രോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഈ മീഡിയത്തിൽ ഇത് ഒരു ബ്ലൂ കളറിലാണ് അപ്പിയർ ചെയ്യുന്നത്. ഒരു ബ്ലൂ കളറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്കത് സെക്കൻഡറി ആൽക്കഹോളാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ HNO2 വരെ റിയാക്ഷൻ ഉണ്ട്, സോഡിയം ഹൈഡ്രോക്സൈഡ് റിയാക്ഷൻ ഇല്ല. സോഡിയം ഹൈഡ്രോക്സൈഡ് മീഡിയത്തിൽ അത് ബ്ലൂ കളറായിട്ട് കിടക്കും. സോഡിയം സോൾട്ട് നൈട്രോളിക് ആസിഡ് സോഡിയം സോൾട്ട് ഫോം ചെയ്തപ്പോഴാണ് റെഡ് കളർ കിട്ടിയ സോല്യുബിൾ സോഡിയം സോൾട്ട് റെഡായിട്ട് അപ്പിയർ ചെയ്തു. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ഷനും ഇല്ല, പക്ഷേ നമുക്കൊരു ബ്ലൂ കളർ അപ്പിയർ ചെയ്യും. അത് സെക്കൻഡറി ആൽക്കഹോളാണെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ടെർഷ്യറി ആൽക്കഹോളിനെയും കൂടെ നോക്കേണ്ടതുണ്ട്. ടെർഷ്യറി ആൽക്കഹോളിൽ എന്താണ്? R3COH. OH ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും കോൾഡ് HI റിയാക്ട് ചെയ്യും. R3CI ആയിട്ട് മാറും. OH മാറി I ആയിട്ട് മാറും. ശ്രദ്ധിക്കണം, ഇത് വേറെ ആറ്റമൊന്നും ഇല്ല, അതുകൊണ്ട് കാർബണിലേക്ക് തന്നെ അയഡൈഡ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. കാർബണിൻ്റെ വാലൻസി ഓക്കെയാണ്. R3 എന്ന് പറയുമ്പോഴത്തേക്ക് 3 R ആണ് ഇവിടെ വന്നിട്ടുള്ളത്, നാലാമത്തത് അയഡിനുമായിട്ട്. അപ്പോൾ ട്രൈ ആൽക്കൈൽ ഹാലൈഡ് തന്നെയാണ്, ഇതൊരു ടെർഷ്യറി ഹാലൈഡാണ്. ദെൻ സിൽവർ നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് R3CNO2. ആസ് യൂഷ്വൽ I മാറിയിട്ട് NO2 വരികയാണ്. അടുത്തത് HNO2ൻ്റെ റിയാക്ഷനാണ്. ഐസ് കോൾഡ് കണ്ടീഷനിൽ HNO2 ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കവിടെ പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദർ ഇസ് നോ ചേഞ്ച്, നോ കളർ, സോ ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ കളർലെസ് സൊല്യൂഷൻ. അപ്പം ഒരു കളറും ഇല്ല എങ്കിൽ അത്
ടെർഷ്യറി ആൽക്കഹോൾ ബ്ലൂ കളറാണ്. സോഡിയം ഹൈഡ്രോക്സൈഡും കൂടെ ആഡ് ചെയ്തപ്പോൾ, ഇനി ഇതിനകത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്താലും എന്ത് ചെയ്താലും ഇത് കളർലെസ് ആയിട്ടിരിക്കും. ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് മീഡിയത്തിൽ അതൊരു ബ്ലൂ കളറിൽ കിട്ടുന്നത് സെക്കൻഡറി ആൽക്കഹോൾ. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ റെഡ് കളർ കിട്ടുവാണെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ. ഇങ്ങനെ നമുക്ക് വിക്ടർ മേയേഴ്സ് ടെസ്റ്റ് കൊണ്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോളിനെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഇത്രയുമെങ്കിലും റിയാക്ഷൻസ്, ഇത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൽക്കഹോൾസിനും അതുപോലെ തന്നെ അമീൻസിനും ഇതിൽ നിന്ന് എവിടെയെങ്കിലും ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ബി പാർട്ടിലോ സി പാർട്ടിലോ അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ആണ് ഞാൻ ഈ റിയാക്ഷൻസ് ഒന്നുകൂടെ എടുത്തു പറഞ്ഞത്. ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ റിയാക്ഷൻസും പഠിക്കുക. പ്രത്യേകം സെലക്ട് ചെയ്ത് സിലബസിലുള്ള പോർഷൻസ് നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.